ഹായ് ഓൾ. നമ്മൾ ലേണിംഗ് തിയറീസ് ആണ് പഠിച്ചിരുന്നത് അല്ലേ, ലേണിങ്ങിനെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ കഴിഞ്ഞ ക്ലാസ്സുകളിൽ. അതിനുശേഷം പലവിധ ലേണിംഗ് തിയറീസ് പറഞ്ഞു. ഇതെല്ലാം നമ്മൾ പഠിച്ച കൊഗ്നീഷൻ എന്ന് പറയുന്ന പാർട്ടിൽ നിന്നാണ് അല്ലേ. കൊഗ്നേറ്റീവ് സൈക്കോളജി അല്ലെ കൊഗ്നേറ്റീവ് പ്രോസസ്സസ് എന്ന് പറയുന്ന ഒരു സെക്ഷന് കീഴിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ലേണിങ്ങിലേക്ക് വന്നിരുന്നു. ലേണിങ്ങും പല തിയറികൾ പഠിച്ചു. അതിനുശേഷം ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണ്. ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് സിംപ്ലി ജനറൽ സെൻസിൽ നമ്മൾ പറയുകയാണെങ്കിൽ ബേസിലും എല്ലാം നമ്മൾ പഠിച്ചു വെച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ വാട്ട് വി ഹാവ് ലേൺഡ് അതെങ്ങനെ ബാക്കിയുള്ള സിറ്റുവേഷനുകളിലേക്ക് വി കുഡ് അപ്ലൈ എന്നുള്ളതാണ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? Transfer of learning is a process in which something learned in one situation is used in another situation. Okay, അപ്പോൾ നമ്മൾ ഒരു കോണ്ടെക്സ്റ്റിൽ പഠിച്ച കാര്യങ്ങൾ സിമിലർ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ സിമിലാരിറ്റി ഇല്ലാത്തതോ ആയിട്ടുള്ള വേറൊരു കോണ്ടെക്സ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനെയാണ് ശരിക്കും ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇറ്റ് ഒക്കേഴ്സ് വെൻ ദ ലേണർ റെക്കഗ്നൈസ് കോമൺ ഫീച്ചേഴ്സ് അമംഗ് കോൺസെപ്റ്റ്, സ്കിൽസ് ഓർ പ്രിൻസിപ്പിൾസ്. ഓക്കെ, അപ്പോൾ കോമൺ ഫീച്ചേഴ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കോമൺ ഫീച്ചേഴ്സ് അമംഗ് കോൺസെപ്റ്റ്സ്, നമ്മുടെ കോൺസെപ്റ്റുകൾ അല്ലെങ്കിൽ സ്കില്ലിൽ ഓർ പ്രിൻസിപ്പിൾസ് ഇതൊക്കെയാണ് ആവശ്യമെന്ന് ഒരു കോണ്ടെക്സ്റ്റിൽ കണ്ടിട്ട് ഇത് അപ്ലൈ ചെയ്താൽ, അത് റെക്കഗ്നൈസ് ചെയ്താൽ, അതോടൊപ്പം തന്നെ നമ്മളുടെ മെമ്മറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഈ ഇൻഫർമേഷൻ ഉണ്ടല്ലോ, പഴയ ഒരു ലേണിങ് ഉണ്ട്, പഴയൊരു കോണ്ടെക്സ്റ്റിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ നമ്മളുടെ മെമ്മറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. പുതിയൊരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അതിലേക്ക് നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, അത് പറഞ്ഞിരിക്കുന്നത് ലിങ്ക്സ് ദ ഇൻഫർമേഷൻ ഇൻ മെമ്മറി, സീസ് ദ വാല്യൂ ഓഫ് യൂട്ടിലൈസിങ് വാട്ട് വി ലേൺ വൺ സിറ്റുവേഷൻ ഇൻ അനദർ. അപ്പോൾ അത് നേരത്തെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇപ്പോൾ പുതിയൊരു ഇതിലേക്ക് ഉപയോഗിക്കുമ്പോൾ അതിലൊരു വാല്യൂ അല്ലെ അതിലൊരു പ്രോഫിറ്റ് കാണുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ട്രാൻസ്ഫർ ഓഫ് ലേണിങ്ങിൻ്റെ ഒരു തുടക്കമായിട്ട് നമുക്ക് പറയാം. അവിടെയാണ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് സംഭവിക്കുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദെൻ ഡെഫിനിഷനിലേക്ക് ഡയറക്റ്റ് പോകാം. ഇവിടെ പറയുന്നു ഡെഫിനിഷനിൽ ക്രോയുടെ ഡെഫിനിഷനാണ് നമ്മളിവിടെ പറയുന്നത്. ദ ക്യാരി ഓവർ ഓഫ് ഹാബിറ്റ് ഓഫ് തിങ്കിങ്, ഫീലിംഗ് ഓർ വർക്കിംഗ്, ഓഫ് നോളജ് ഓർ ഓഫ് സ്കിൽസ് ഫ്രം വൺ ലേണിംഗ് ഏരിയ ടു അനദർ. ഒരു ലേണിംഗ് ഏരിയയിലുള്ള നമ്മളുടെ ഹാബിറ്റ് ഓഫ് തിങ്കിങ്, നമ്മളെ ഫീലിങ്സ്, നമ്മളുടെ ഒരു ഫീലിംഗ് ഓർ വർക്കിംഗ് അല്ലെങ്കിൽ നമ്മളുടെ നോളജ്, ആ സ്കില്ല്, ഈ കാര്യങ്ങളെല്ലാം ഒരു ലേണിംഗ് ഏരിയയിൽ നിന്ന് മറ്റൊരു ലേണിംഗ് ഏരിയയിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് അല്ലെങ്കിൽ നമ്മൾ ക്യാരി ഓവർ ചെയ്യുന്നതിനെയാണ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് ക്രോ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ദെൻ പീറ്റേഴ്സൺ പറയുന്നു ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ഈസ് ജനറലൈസേഷൻ. ഓക്കെ, ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ഈസ് ജനറലൈസേഷൻ ഫോർ ഇറ്റ് ഈസ് എക്സ്റ്റൻഷൻ ഓഫ് ഐഡിയ ടു എ ന്യൂ ഫീൽഡ്. അപ്പോൾ ഇത് ജനറലൈസേഷനാണ്. അത് നമ്മളുടെ ഐഡിയ, നമ്മളുടെ കയ്യിലുള്ള മെമ്മറിയിലുള്ള ഐഡിയ അല്ല, നമ്മളുടെ ഉള്ളിലുള്ള ഐഡിയനെ പുതിയൊരു ഫീൽഡിലേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനെയാണ് അല്ലെ ജനറലൈസ് ചെയ്യുന്നതിനെയാണ് ട്രാൻസ്ഫർ എന്നാണ് പീറ്റേഴ്സൺ പറയുന്നത്. സോറൻസൺ സംബന്ധിച്ചിടത്തോളം ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് നോളജ്, ട്രെയിനിങ് ആൻഡ് ഹാബിറ്റ്സ് അക്വയർഡ് ഇൻ വൺ സിറ്റുവേഷൻ ടു അനദർ. അപ്പോൾ ഈ ഡെഫിനിഷനുകളിൽ നിന്നെല്ലാം നമുക്ക് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് നമ്മൾ ഇതൊരു ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ എ കൈൻഡ് ഓഫ് ജനറലൈസേഷൻ അല്ലേ. എന്താ പറയുന്നത്, ഒരു ട്രാൻസ്ഫറാണ്. നമ്മൾ ലേൺ ചെയ്ത കാര്യങ്ങൾ, നമ്മളുടെ ആറ്റിറ്റ്യൂഡ്, നമ്മളുടെ സ്കിൽ, ഇതെല്ലാം മറ്റൊരു സിറ്റുവേഷനിൽ വാല്യൂ ചെയ്യുമെന്ന് മനസ്സിലാക്കി അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, അതിലേക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിനെയാണ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. അല്ലെങ്കിൽ നമ്മൾ ജനറലൈസ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനെയാണ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്നാണ് ഡെഫിനിഷൻ പറയുന്നത്. ഇവിടെ ശരിക്കും ഒരു പ്രോസസ് ഓഫ് ട്രാൻസ്ഫർ പറഞ്ഞിരിക്കുന്നതാണ്. നമുക്ക് എക്സ്പീരിയൻസ്, ഒന്നാമത് സംബന്ധം പല എക്സ്പീരിയൻസ് ഉണ്ടാവും, പലതിനെ പറ്റിയിട്ടുള്ള അവയർനെസ്സോ അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ള ഒരു മോട്ടിവേഷനിൽ നിന്നെല്ലാം നമുക്ക് എക്സ്പീരിയൻസസ് ഉണ്ടാവും. ദെൻ നമുക്ക് ഒരു കണ്ടൻറ് ഔട്ട്പുട്ട്, ഒരു സൈക്കിളായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ കണ്ടൻറ് ഇൻപുട്ട് കേട്ടോ. കണ്ടൻറ് ഇൻപുട്ട് നമുക്ക് വരുന്നു. അവിടെ ചിലപ്പോൾ ലെക്ചർ ആയിരിക്കും, ഫിലിം ആയിരിക്കും, ഡിസ്കഷൻ അല്ലെങ്കിൽ ഹാൻഡ് ഔട്ട്, വാട്ട് എവർ നമ്മൾ പോകുന്ന ചിലപ്പോൾ അല്ലെ നമ്മളുടെ ലൈഫിൽ നിന്നെല്ലാം നമുക്ക് കണ്ടൻറ് ഇൻപുട്ട് കിട്ടുന്നുണ്ട്, നമ്മളിലേക്കും ഇൻപുട്ട് അല്ലേ, നമുക്ക് കണ്ടൻറ് കിട്ടുന്നുണ്ട്. ആ കിട്ടുന്ന കണ്ടൻറ്റിനെ നമ്മൾ അനലൈസ് ചെയ്യും. നമ്മളിത് നേരത്തെ പഠിച്ചിട്ടുണ്ട്, ലേണിങ്ങിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. അനലൈസ് ചെയ്യുന്നുണ്ട്. അനാലിസിസ് ഓഫ് എക്സ്പീരിയൻസ് ഇൻ ടേംസ് ഓഫ് കണ്ടൻറ് ഇൻപുട്ട്. നമുക്ക് കിട്ടിയ ഇൻപുട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിനെ അനലൈസ് ചെയ്യുന്നു, ലീഡിങ് ടു ജനറലൈസേഷൻ ഓർ ഇൻഫറൻസസ്. അങ്ങനെ കിട്ടിയ ഇൻപുട്ടിനെ അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ജനറലൈസേഷൻ ഉണ്ടാകുന്നു, അല്ലെ നമ്മൾ ഇൻഫറൻസസ് അവിടെ വരച്ചു വെക്കുകയാണ്. മനസ്സിലായല്ലോ? നമ്മളുടെ കൊഗ്നേറ്റീവ് പാർട്ടിൽ, നമ്മുടെ മെമ്മറിയിൽ നമ്മൾ ജനറലൈസേഷൻസ് ഓർ
ഇൻഫറൻസസ് നമ്മൾ അവിടെ ചെയ്യുന്നു. ദെൻ അത് പ്രാക്ടീസ് ചെയ്യുന്നു. പ്രാക്ടീസ് ഓഫ് ജനറലൈസേഷൻ ഓർ ട്രൈ ഔട്ട് ഓഫ് ദി ഇൻഫറൻസസ്, നമ്മൾ വരച്ചു വെച്ച കൺക്ലൂഷൻ അല്ലെ ഇൻഫറൻസസിൻ്റെ ബേസിലുള്ള കൺക്ലൂഷനിലേക്ക് അതെല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണ് 6th ആയിട്ട്. അതിനുശേഷം പ്രാക്ടീസ് ചെയ്തത് വിജയിച്ചാൽ നമ്മൾ ഇതിനെ ട്രാൻസ്ഫർ ടു ദ നെക്സ്റ്റ് എക്സ്പീരിയൻസ്. അത് വീണ്ടും ഇത് തന്നെ വീണ്ടും എക്സ്പീരിയൻസിലേക്ക് പോകും. ദെൻ കണ്ടന്റ് ഇൻപുട്ട്, പിന്നെ ഇതിനെ ശക്തിപ്പെടുത്തും, വീണ്ടും അനാലിസിസ്, അങ്ങനെ ഒരു സൈക്കിളിലേക്കാണ് പോകുന്നത്. ഇവിടെ ട്രാൻസ്ഫർ ടു ലൈഫ് എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത് ശരിക്കും ഇവിടെ നേരെ നമ്മൾ അപ്ലൈ ചെയ്യാണ്. വീണ്ടും നമ്മൾ പോകുന്നത് ശരിക്കും എക്സ്പീരിയൻസിലേക്ക്. ഇങ്ങനെ ഒരു സൈക്ലിക് പ്രോസസ്സാണ് ഇവിടെ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്നാണ് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ദെൻ ഫോംസ് ഓഫ് ട്രാൻസ്ഫർ, ഏതൊക്കെ ഫോമുകളിൽ ട്രാൻസ്ഫർ ഉണ്ടെന്നാണ് പറയുന്നത്. ഒന്നാമത്തെ ജനറൽ ട്രാൻസ്ഫർ, രണ്ടാമത്തെ സ്പെസിഫിക് ട്രാൻസ്ഫർ. ഇവിടെ ശരിക്കും പേരിൽ നിന്ന് തന്നെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ജനറൽ ട്രാൻസ്ഫർ ഈസ് ദ എബിലിറ്റി ടു അപ്ലൈ നോളജ് ഓർ സ്കിൽസ് ലേൺഡ് ഇൻ വൺ കോണ്ടെക്സ്റ്റ് ഇൻ എ വെറൈറ്റി ഓഫ് ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റ്. മനസ്സിലായല്ലോ? ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് കിട്ടിയ നമ്മൾ ലേൺ ചെയ്ത കാര്യങ്ങൾ എ വെറൈറ്റി ഓഫ് ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിനെ ജനറൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വൈസ് വേഴ്സ എന്ന് നമുക്ക് പറയാം. സ്പെസിഫിക് ട്രാൻസ്ഫർ ഈസ് ദ എബിലിറ്റി ടു അപ്ലൈ ഇൻഫർമേഷൻ ഇൻ എ കോണ്ടെക്സ്റ്റ് സിമിലർ ടു വൺ ഇൻ വിച്ച് ഇറ്റ് വാസ് ഒറിജിനലി ലേൺഡ്. നമുക്ക് സെയിം ഡിറ്റോ അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുകയാണെങ്കിൽ, സംവാട്ട് സെയിം ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുകയാണെങ്കിൽ അതിലേക്ക് വീണ്ടും നമ്മൾ നേരത്തെ ഉണ്ടായ എക്സ്പീരിയൻസിൽ നിന്നും പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിനെ സ്പെസിഫിക് ട്രാൻസ്ഫർ എന്ന് പറയുന്നു. We are moving to types of transfer. What all are the types of transfer? നമുക്ക് പറയാം ഇവിടെ മെയിൻ ആയിട്ടും പോസിറ്റീവ് ട്രാൻസ്ഫർ, നെഗറ്റീവ് ട്രാൻസ്ഫർ, സീറോ ട്രാൻസ്ഫർ എന്നങ്ങനെ 3 തരത്തിലുള്ള ടൈപ്സ് ഓഫ് ട്രാൻസ്ഫർ ആണുള്ളത്. 3 ടൈപ്പാണുള്ളത്. പോസിറ്റീവ് ട്രാൻസ്ഫറിലേക്ക് പോകുമ്പോൾ ദ പ്രീവിയസ് ലേണിംഗ് ബെനിഫിറ്റ്സ് ഇൻ ദ ലേണിംഗ് ഓർ പെർഫോമൻസ് ഓഫ് എ ന്യൂ സിറ്റുവേഷൻ. ദ പ്രീവിയസ് ലേണിംഗ് ബെനിഫിറ്റ്സ് ഇൻ ദ ലേണിംഗ് ഓഫ് പെർഫോമൻസ് ഓഫ് എ ന്യൂ സിറ്റുവേഷൻ. നമ്മൾ പ്രീവിയസ് ലേണിംഗ് വളരെ സിമ്പിളാണ്. പ്രീവിയസ് ലേണിംഗ് ബെനിഫിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, പുതിയ സംഭവങ്ങൾ നമ്മൾ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ പെർഫോം ചെയ്യുമ്പോഴോ നമുക്ക് അത് ബെനിഫിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ലേണിംഗ് ഈസ് പോസിറ്റീവ് എന്ന് നമുക്ക് പറയാം. വളരെ സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടെന്നീസ് പ്ലെയർ ക്യാൻ ഈസിലി ലേൺ ബാഡ്മിൻ്റൺ. ഓക്കെ, ബാഡ്മിൻ്റൺ കളിച്ചിട്ടില്ല, ടെന്നീസ് മാത്രമേ കളിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ ബാഡ്മിൻ്റൺ കളിക്കാൻ പോവുകയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് അയാൾക്ക് ബാഡ്മിൻ്റൺ കളിക്കാൻ പറ്റും, കുറച്ചും കൂടി എഫക്റ്റീവായിട്ട്. ഒരു ന്യൂ ലേണറെ സംബന്ധിച്ചിടത്തോളം, ടെന്നീസ് കളിക്കാത്ത ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അത് പോസിറ്റീവ് ട്രാൻസ്ഫറിൻ്റെ എക്സാമ്പിളാണ്. ദെൻ നെഗറ്റീവ് ട്രാൻസ്ഫർ, വെൻ ദ പ്രീവിയസ് ലേണിംഗ് ഹിൻഡേഴ്സ് ദ ലേണിംഗ് ഓർ പെർഫോമൻസ് ഓഫ് എ ന്യൂ സിറ്റുവേഷൻ. അപ്പോൾ അവിടെ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്കും ഉണ്ടായിട്ടുണ്ട് അല്ലേ? നമ്മൾ പഠിച്ച നമ്മളുടെ ആറ്റിറ്റ്യൂഡുകളൊക്കെ അതിനൊരു ഉദാഹരണമാണ്. നമ്മൾ പഠിച്ചു വെച്ച ആറ്റിറ്റ്യൂഡുകൾ നമ്മളൊരു ഫോർമൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ക്ലാസ് റൂമിലാണെങ്കിൽ പോലും നമ്മളുടെ വീട്ടിലെ ആറ്റിറ്റ്യൂഡല്ലേ എടുക്കുന്നത് അല്ലേ? ഇവിടെ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, മദർ ടങ് ഇൻഫ്ലുവൻസ് ഇൻ ലേണിംഗ് എ ന്യൂ ലാംഗ്വേജ്. ക്ലിയർ ആയോ? ഇപ്പോൾ തമിഴ് പഠിച്ച ഒരാൾ ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ക്ലിയർ ആയോ? തമിഴ്നാട്ടുകാരുടെ ഇംഗ്ലീഷ് സാധാരണ ഇംഗ്ലീഷിൽ നിന്ന് വ്യത്യാസമുണ്ട്. പോട്ടെ, അതുമല്ലാതെ ഇപ്പോൾ ഫ്രഞ്ച് പഠിച്ച ഒരാൾക്ക് അല്ല ജർമ്മൻ പഠിക്കുന്ന ഒരാൾക്ക് ഇംഗ്ലീഷ് പഠിക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മദർ ടങ് ഇൻഫ്ലുവൻസ് വരും. ഇപ്പോൾ മലയാളിയാണെങ്കിൽ മലയാളി ഇംഗ്ലീഷ് പറയുന്നത് എങ്ങനെയാണ്? ശരിക്കും ഒരു ഇംഗ്ലീഷുകാരൻ പറയേണ്ട പോലെയാണ് പറയുന്നത്. അവിടെ പ്രൊനൗൺസിയേഷനും അങ്ങനെയുള്ള പോസസും അതിൻ്റെ എല്ലാം ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ വളരെ കൃത്യമായിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്. ഒരു നേറ്റീവ് സ്പീക്കറും അല്ലാത്ത ഒരു ആളും തമ്മിലുള്ള ഇതിലുള്ള വ്യത്യാസം അതാണ്. ഇപ്പം നമുക്ക് മദർ ടങ് ഇൻഫ്ലുവൻസ് ഉണ്ട് എപ്പോഴും നമ്മൾ ലാംഗ്വേജ് പഠിക്കുമ്പോൾ, ഇംഗ്ലീഷ് ആണെങ്കിൽ പ്രത്യേകിച്ചും. ഓക്കെ, ദെൻ സീറോ ട്രാൻസ്ഫർ, വെൻ ദ പ്രീവിയസ് ലേണിംഗ് മേക്സ് നോൺ ഡിഫറൻസ് ഇൻ ദ ലേണിംഗ് ഓർ പെർഫോമൻസ് ഓഫ് എ ന്യൂ സിറ്റുവേഷൻ. അതാണ് സീറോ ട്രാൻസ്ഫർ എന്ന്. അവിടെ ട്രാൻസ്ഫർ ടേക്ക് പ്ലേസ് ചെയ്യുന്നേ ഇല്ല, സീറോ ട്രാൻസ്ഫർ ആണ്. ഓക്കെ, ലേണിംഗ് ഓഫ് അൺറിലേറ്റഡ് സബ്ജക്ട്സ്. ഇപ്പം നമ്മൾ മാത്സ് പഠിച്ചിട്ട് മലയാളം പഠിക്കുന്നു തമ്മിൽ യാതൊരു ബന്ധമുണ്ടോ? അപ്പോൾ അതിന് ശരിക്കും നമുക്ക് സീറോ ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഗണത്തിലേക്ക് കൂട്ടാൻ പറ്റും. ദെൻ ട്രാൻസ്ഫർ ഓഫ് ലേണിങ്ങിൻ്റെ മേജർ തിയറീസ് ആണ് നമ്മളിവിടെ പറയുന്നത്. ആ തിയറീസ് എന്താണ് ട്രാൻസ്ഫർ ഓഫ് ലേണിങ്ങിനെ പറ്റി പറയുന്നത് നോക്കാം. ഒന്നാമത്തെ അപ്പെർസെപ്ഷൻ തിയറി ഓഫ് ലേണിംഗ് പറയുന്നു. അപ്പെർസെപ്ഷൻ തിയറി ഓഫ് ട്രാൻസ്ഫർ പറയുന്നു, ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് റിസൾട്ട് ദ സ്റ്റോറേജ് ഓഫ് ഐഡിയ, എക്സ്പീരിയൻസസ് എക്സെട്ര. അതിനെ പെർസ്പെക്റ്റീവ് മാസ് എന്നാണ് പറയുന്നത്. സ്റ്റോർഡ് ഇൻ അൺകോൺഷ്യസ്നെസ്, നമ്മളുടെ അൺകോൺഷ്യസ്നെസ്സിലേക്ക് അത് സ്റ്റോർ ചെയ്യുകയാണ്. നമ്മൾ ട്രാൻസ്ഫർ എന്താ പറയുന്നത്, നമ്മൾ ഈ നേരത്തെ പഠിച്ച എക്സ്പീരിയൻസ് അല്ല ഐഡിയാസ് എല്ലാം നമ്മളുടെ അൺകോൺഷ്യസിലേക്ക്, അതിനെ അപ്പെർസ്പെക്റ്റീവ് മാസ് എന്നാണ് പറയുന്നത്. അത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുമ്പോൾ വീണ്ടും സിമിലർ സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നമ്മളിത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. റിപ്പീറ്റ് ചെയ്യുമ്പോൾ അൺകോൺഷ്യസ് മൈൻഡിൽ അത് വീണ്ടും എന്താ പറയുന്നത്,
അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് പറയുന്നത് ഓട്ടോമാറ്റിക്കലി ഫെസിലിറ്റേറ്റ്സ് ലേണിംഗ്. അതാണ് അപ്പർസെപ്ഷൻ തിയറി ഓഫ് ട്രാൻസ്ഫർ എന്നത്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മളുടെ അൺകോൺഷ്യസിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. വീണ്ടും സിമിലർ സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്രാക്ടീസ് ചെയ്തു വന്നു. പറഞ്ഞു മനസ്സിലായോ? അൺകോൺഷ്യസ്ലി ആക്ടിവേറ്റഡ് ആണ് അപ്പർസെപ്ഷൻ തിയറി ഓഫ് ട്രാൻസ്ഫർ പറയുന്നു. ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ടേക്ക് പ്ലേസ് ചെയ്യുന്നത് അൺകോൺഷ്യസ് എന്താ പറയുന്നത് ഇങ്ങനെ ഒരു രീതിക്ക് ഇങ്ങനെ ഒരു പ്രോസസ്സിലൂടെയാണെന്നാണ് പെർസെപ്ഷൻ തിയറി ഓഫ് ട്രാൻസ്ഫർ പറയുന്നത്. ദെൻ ദ തിയറി ഓഫ് ഐഡൻറ്റിക്കൽ എലമെൻറ്റ്സ് ഓർ കമ്പോണൻറ്റ്സ്. ഇവിടെ തിയറീസ് ഈ തിയറി ഓഫ് ഐഡൻറ്റിക്കൽ എലമെൻറ്റ്സ് ഓർ കമ്പോണൻറ്റ്സ്, ഐഡൻറ്റിക്കൽ കമ്പോണൻറ്റ്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ട്രാൻസ്ഫർ വിത്ത് റിഗാർഡ് ടു ദ സിമിലാരിറ്റി ഓഫ് കണ്ടൻറ്റ്സ് ഓർ ടെക്നിക്സ്. വിത്ത് റിഗാർഡ് ടു സിമിലാരിറ്റി ഓഫ് കണ്ടൻറ്റ്സ് ഓർ ടെക്നിക്സ്, അല്ലെ കണ്ടൻറ്റിൻ്റെ സിമിലാരിറ്റി കൊണ്ടോ അല്ലെ ടെക്നിക്സുകളുടെ നമ്മളവിടെ പഠിക്കാനായിട്ട് ഉപയോഗിക്കുന്ന അല്ലെ ഈ പെർഫോം ചെയ്യാൻ പറ്റുന്ന ടെക്നിക്കുകളുണ്ട് അല്ലേ, കുറേ ടെക്നിക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ബേസിൽ സിമിലാരിറ്റീസ് ഉണ്ടെങ്കിൽ അവിടെ ട്രാൻസ്ഫർ ടേക്ക് പ്ലേസ് ചെയ്യുമെന്നാണ് പറയുന്നത്. കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. സിമിലാരിറ്റി ഓഫ് കണ്ടൻറ്റ് പറഞ്ഞുതരാം. പീപ്പിൾ ഹു ലേൺ മലയാളം ഈസിലി ലേൺ തമിഴ്. പീപ്പിൾ ഹു നോ മലയാളം ഈസിലി ലേൺ തമിഴ്. ഓക്കെ, ഇത് തമ്മിലൊരു കണക്ഷനുണ്ട്. എന്താ? കണ്ടൻറ്റിൽ കണക്ഷനുണ്ട്. സംവാട്ട് സിമിലർ ആണ്. തമിഴുമായിട്ട് മലയാളം ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഭാഷയാണ്. അല്ലെ തമിഴ്, തായ്മൊഴി തമിഴ് എന്ന് പറയുന്നത്, തമിഴിൽ നിന്നാണ് മലയാളം ഉത്ഭവിച്ചതെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയാകുമ്പോൾ മലയാളം അറിയാവുന്ന ആൾക്ക് തമിഴ് പഠിക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ്. വെറുതെ എന്താ പറയുന്നത്, കോയമ്പത്തൂർ പോയി 2 ആഴ്ച നിന്നാൽ മതി, നമ്മൾ തമിഴ് പഠിക്കും. ഓക്കെ, എനിവേ അതാണ് ശരിക്കും സിമിലാരിറ്റി ഓഫ് കണ്ടൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ സിമിലാരിറ്റി ഓഫ് ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ ക്രിക്കറ്റ് പ്ലെയർ പെർഫോം വെൽ ഇൻ ബേസ്ബോൾ. ബേസ്ബോൾ കണ്ടിട്ടുണ്ട്, സംവാട്ട് സിമിലർ ആണ് ഈ പറയുന്ന ക്രിക്കറ്റുമായിട്ട്. അപ്പോൾ ക്രിക്കറ്റ് പ്ലെയർക്ക് വളരെ കൃത്യമായിട്ട് എന്താ പറയുന്നത് ബേസ്ബോൾ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അത് സിമിലാരിറ്റി ഓഫ് ടെക്നിക്സ്. ബാറ്റിംഗ് ടെക്നിക്സ് അല്ലെങ്കിൽ ഈ പ്ലേയുടെ മൊത്തത്തിലുള്ള ഒരു പ്രോസസ് ടെക്നിക്സ് എല്ലാം ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ സിമിലാരിറ്റി ഓഫ് കണ്ടൻറ്റ്, സിമിലാരിറ്റി ഓഫ് ടെക്നിക്ക്, ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ടാണ് ട്രാൻസ്ഫർ ടേക്ക് പ്ലേസ് ചെയ്യുന്നതെന്നാണ് തിയറി ഓഫ് ഐഡൻറ്റിക്കൽ എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഐഡൻറ്റിക്കൽ കമ്പോണൻറ്റ്സ് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ദെൻ അടുത്ത തിയറി ഓഫ് ജനറലൈസേഷൻ. അപ്പോൾ 2 തിയറി നമ്മൾ കഴിഞ്ഞു. ഒന്നാമത്തെ തിയറി ഓഫ് അപ്പർസെപ്ഷൻ ആയിരുന്നു. രണ്ടാമത്തെ തിയറി ഓഫ് ഐഡൻറ്റിക്കൽ എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഐഡൻറ്റിക്കൽ കമ്പോണൻറ്റ്സ് എന്നായിരുന്നു. മൂന്നാമത്തെ തിയറി പറയുന്നു തിയറി ഓഫ് ജനറലൈസേഷൻ. വളരെ സിമ്പിളാണ്, നമ്മൾ ഡെഫിനിഷനിൽ പഠിച്ച പോലെ തന്നെ ആപ്ലിക്കേഷൻ ഓഫ് ജനറൽ ഐഡിയാസ്, സ്കിൽസ്, ഹാബിറ്റ്സ് ഓർ ആറ്റിറ്റ്യൂഡ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഇൻഡിവിജ്വൽ എബിലിറ്റി ടു മേക്ക് ജനറലൈസേഷൻ. അപ്പം തിയറി ഓഫ് ജനറലൈസേഷൻ പറയുന്നു ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് നടക്കുന്ന ജനറലൈസേഷൻ കൊണ്ടാണ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് ജനറലൈസ് ചെയ്യാൻ അല്ലെ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു എബിലിറ്റി കൊണ്ടാണ്, അല്ലെ അങ്ങനെയാണ് ഈ പറയുന്നത്, അല്ലെ ജനറലൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴാണ് ട്രാൻസ്ഫർ നടക്കുന്നതെന്നാണ് തിയറി ഓഫ് ജനറലൈസേഷൻ പറയുന്നത്. അപ്പോൾ ഇവിടെ കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇൻഡിവിജ്വൽസ് എബിലിറ്റി, ഡിപ്പെൻഡ് അപ്പോൺ ദ ഇൻഡിവിജ്വൽസ് എബിലിറ്റി ടു മേക്ക് ജനറലൈസേഷൻ. അപ്പം ഈ ട്രാൻസ്ഫർ അവിടെ ടേക്ക് പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഇൻഡിവിജ്വൽ ആരാണോ ഈ ലേണിങ്ങിൽ ഈ കോണ്ടെക്സ്റ്റിൽ നിൽക്കുന്ന ആ വ്യക്തിയുടെ ഇൻഡിവിജ്വൽ എബിലിറ്റിയും കൂടി ഇതിൻ്റെ അത് സ്വാധീനിക്കുമെന്നാണ് തിയറി ഓഫ് ജനറലൈസേഷൻ പറയുന്നത്. ദെൻ ട്രാൻസ്പോസിഷൻ തിയറി പറയുന്നു റോൾ ഓഫ് ഇൻസൈറ്റ് ഇൻ ദ ട്രാൻസ്ഫർ വിൽ നോട്ട് ടേക്ക് പ്ലേസ് അൻറ്റിൽ ദ ഇൻഡിവിജ്വൽ ഡെവലപ്പ് എ പ്രോപ്പർ ഇൻസൈറ്റ് ഓഫ് യൂസിങ് ദ കോൺസെപ്റ്റ് ദാറ്റ് ആർ ലേൺഡ് പ്രീവിയസ്ലി. അപ്പോൾ ട്രാൻസ്പോസിഷൻ തിയറി പറയുന്നത് ഇതിനോട് എതിരായിട്ടാണ് പറയുന്നത്. ഏത് തിയറിയാണ്? നമ്മളുടെ ഈ പറയുന്ന അൺകോൺഷ്യസിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, അപ്പർസെപ്ഷൻ തിയറി. ഇവിടെ പറയുന്നു ഇവിടെ അൺകോൺഷ്യസ് മൈൻഡിലേക്കല്ല സ്റ്റോർ ചെയ്യുന്നത്, ഇവിടെ ശരിക്കും അയാളുടെ കോൺഷ്യസ്നെസ്സിലേക്കാണ് ഈ പറയുന്ന ഈ മെമ്മറി അല്ലെ പെർസ്പെക്റ്റീവ് മാസ് എന്ന് പറയുന്ന സംഭവം സ്റ്റോർ ചെയ്യുന്നതെന്നാണ് ട്രാൻസ്പോസിഷൻ തിയറി പറയുന്നത്. വിൽ നോട്ട് ടേക്ക് പ്ലേസ് അൻറ്റിൽ ദ ഇൻഡിവിജ്വൽ ഡെവലപ്പ് എ പ്രോപ്പർ ഇൻസൈറ്റ്. ഇയാൾക്കൊരു കോൺഷ്യസ്നെസ് അല്ലെ ഒരു പ്രോപ്പർ ഇൻസൈറ്റ് ഇല്ലെങ്കിൽ അവിടെ ട്രാൻസ്ഫർ ടേക്ക് പ്ലേസ് ചെയ്യല എന്നാണ് പറയുന്നത്. റോൾ ഓഫ് ഇൻസൈറ്റ് ആണ് ഇവിടെ ട്രാൻസ്പോസിഷൻ തിയറിയിൽ പറയുന്നത്. അൺകോൺഷ്യസ് ലെവലിലല്ല, കോൺഷ്യസ് ലെവലിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ട്രാൻസ്ഫർ വിൽ നോട്ട് ടേക്ക് പ്ലേസ് അൻറ്റിൽ ദ ഇൻഡിവിജ്വൽ ഡെവലപ്പ് എ പ്രോപ്പർ ഇൻസൈറ്റ് ഓഫ് യൂസിങ് ദ കോൺസെപ്റ്റ്സ് ദാറ്റ് ആർ ലേൺഡ് പ്രീവിയസ്ലി. മനസ്സിലായോ? നമുക്ക് ലേൺ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പ്രാക്ടീസിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ഇൻസൈറ്റ് നമുക്കില്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് തിയറികളുണ്ട്, തിയറികൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തിയറി എന്നും തിയറി ആയിട്ട് അവിടെ ഇരിക്കുകയുള്ളൂ, അല്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ നമ്മളുടെ ലോകത്തിലെ ഏറ്റവും വലിയ എക്കണോമിക് തിയറിയാണ് മാർക്സിസം എഴുതിയ കാൾ മാർക്സിൻ്റെ 2 മക്കൾ സ്റ്റാർവേഷൻ കൊണ്ട് മരിച്ചു എന്നുള്ളതാണ് ചരിത്രം, അല്ലെ? ഏറ്റവും വലിയ എക്കണോമിക് തിയറി എഴുതിയ ആളുടെ 2 മക്കൾ പട്ടിണി കൊണ്ട് മരിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു വിരോധാഭാസമാണ്. അപ്പോൾ തിയറീസ് ഉണ്ട്, ആ തിയറി ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. അത് പ്രാക്ടീസൈസ് ചെയ്യണം, അല്ലെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റുവാണെങ്കിൽ മാത്രമേ തിയറിക്ക് അവിടെ പ്രസക്തിയുള്ളൂ. ഇവിടെ ട്രാൻസ്പോസിഷൻ തിയറി പറയുന്നതാണ്
ഇവിടെ ഇൻസൈറ്റ് ഉണ്ടാകണം, പ്രോപ്പറായിട്ടുള്ള ഇൻസൈറ്റ് ഉണ്ടാകണം. എന്തിനുള്ള ഇൻസൈറ്റ് ഉണ്ടാകുന്നത്? ഈ തിയറി ഈ സിറ്റുവേഷനിൽ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള ഒരു ഇൻസൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ല ഞാൻ ഇന്ന കാര്യങ്ങൾ പഠിച്ചു വെച്ചു എന്ന് എൻ്റെ കോൺഷ്യസ് മൈൻഡ് പറഞ്ഞെങ്കിൽ മാത്രമേ എനിക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റൂ. അതാണ് ട്രാൻസ്പോസിഷൻ തിയറി പറയുന്നത്. റോൾ ഓഫ് ഇൻസൈറ്റ് ഇൻ ദ ട്രാൻസ്ഫർ. ഓക്കെ, ക്ലിയർ ആയോ? ദെൻ തിയറി ഓഫ് ഐഡിയൽസ്. തിയറി ഓഫ് ഐഡിയൽസ് പറയുന്നു ഐഡിയൽസ് ട്രാൻസ്ഫർ ടു അതർ സിറ്റുവേഷൻ. ഇവിടെ ലേണിംഗ് അല്ല, അല്ലെങ്കിൽ നമ്മൾ കോൺസെപ്റ്റോ സംഭവങ്ങളോ നമ്മൾ ഇൻറ്റേർണലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നില്ല, മറിച്ച് നമ്മൾ പഠിക്കുന്ന ഐഡിയാസ് എന്താണോ, പ്രോപ്പർ ഐഡിയാസ് നമ്മളുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യണം. അതായത് ഈ ലേണറുടെ ഉള്ളിൽ പ്രോപ്പർ ഐഡിയാസ് ഡെവലപ്പ് ചെയ്തെങ്കിൽ മാത്രമേ അവിടെ ലേണിംഗ് ടേക്ക് പ്ലേസ് ചെയ്യുകയുള്ളൂ എന്നാണ് തിയറി ഓഫ് ഐഡിയൽസ് പറയുന്നത്. ട്രാൻസ്ഫർ ഇസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ഡെവലപ്മെൻറ്റ് ഓഫ് പ്രോപ്പർ ഐഡിയൽസ് ഓഫ് ദ കോൺസെപ്റ്റ്സ് ആൻഡ് ദ ആറ്റിറ്റ്യൂഡ്സ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ പറയുന്നു, നമുക്ക് പ്രോപ്പർ ഐഡിയ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോൺസെപ്റ്റ്സിനെ ആറ്റിറ്റ്യൂഡിനെ പറ്റിയിട്ടും ഈ പറയുന്ന വ്യക്തിക്ക് ലേണർക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ എന്താ പറയുന്നത് ട്രാൻസ്ഫർ ടേക്ക് പ്ലേസ് ചെയ്യുകയുള്ളൂ എന്നാണ് തിയറി ഓഫ് ഐഡിയൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് മേജറായിട്ടുള്ള തിയറീസും പറയുന്നത്. അപ്പം നമ്മൾ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണ് കണ്ടത്. നിങ്ങൾ ദയവായിട്ട് നിങ്ങളുടെ ബുക്കുകൾ അല്ലെങ്കിൽ ഫർദർ റീഡിങ് ഇതിൻ്റെ അകത്ത് നടത്തണം. അതിൻ്റെ അകത്ത് ഒരു എന്താ പറയുന്നത്, ഒരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇപ്പോൾ വരുവാണ് ഇതിൻ്റെ ഒരു അപ്ലൈഡ് ലെവൽ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻ ഓഫ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്നുള്ള രീതിയിൽ വരികയാണെങ്കിൽ, എങ്ങനെ നമുക്ക് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ഉപയോഗപ്പെടുത്താം എന്നുള്ള രീതിയിലൊക്കെ വരികയാണെങ്കിൽ, അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുവാണെങ്കിൽ ഫർദർ റീഡിങ്സ് അത്യാവശ്യമാണ്. നിങ്ങൾ ബുക്ക് ഉണ്ടെങ്കിൽ അത് നോക്കുക. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന സൈക്കോളജി ഫോർ നഴ്സസ് വാണിയുടെ ബുക്കിൻ്റെ ബേസിലാണ് ഈ ഒരു സെഷൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്നൊരു പാർട്ടുണ്ട്. അതിൻ്റെ അകത്ത് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മനസ്സിലാവുന്നുള്ളൂ. എനിവേ, ഇതാണ് ശരിക്കും ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതോടുകൂടി ഈ സെഷൻ തീരുകയാണ്. നമുക്കിനി മെമ്മറിയിലേക്ക് പോകാം. മെമ്മറിയിൽ എന്തൊക്കെയാണ് വരുന്നത്, മെമ്മറിയുടെ തിയറീസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പോകാം. അതുവരേക്കും ബൈ, താങ്ക് യു.